ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അച്ചൂട്ടൻ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കോയക്കവള്ളി പടർത്തിയിട്ടുണ്ട്, നമ്മുടെ കോവക്കവള്ളി കേട്ടോ. അപ്പോൾ ആ കോവക്കവള്ളിയുടെ ഇടക്ക് നമ്മുടെ ചെമ്പോത്ത്, ഉപ്പെന്നൊക്കെ പറയില്ലേ, ചെമ്പോത്തൊരു കൂട് കൂട്ടിയിട്ടുണ്ട് എന്ന് പുഷ്പേച്ചി പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല 2 ദിവസമായി നമ്മുടെ ചെമ്പോത്ത് അവിടെ നിന്ന് മാറുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടുണ്ട് എന്നുള്ള ബലമായ സംശയത്തിലാണ് നമ്മൾ. അപ്പോൾ പുഷ്പേച്ചിയോട് പറഞ്ഞു അച്ചൂട്ടൻ, അപ്പേ വാ നമുക്കും പോയി നോക്കാലാന്ന് പറഞ്ഞു. പക്ഷേ പുഷ്പേച്ചിട്ടാ 4 മണി 4:30 പുഷ്പേച്ചിട്ട് അലക്കി ഇനിയും തീർന്നിട്ടില്ല, കുറച്ചുകൂടെ അലക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരക്കായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുവിനാണെങ്കിൽ തീരെ ക്ഷമയില്ല. അപ്പോൾ പുഷ്പേച്ചി പറഞ്ഞു ഞാൻ അലക്കാണ്ട് എങ്ങനെയും വരില്ല. അപ്പോൾ ഏകദേശം തുണിയൊക്കെ അലക്കി എന്താ പറയുക കഴുകി ഇടാറായിട്ടുണ്ട്. എന്നാലും നമ്മൾ അച്ചൂട്ടിന് തീരെ ക്ഷമയില്ല കേട്ടോ. എന്തായാലും ചെമ്പോത്തിൻ്റെ കൂട് കണ്ടിട്ട് വേണം അവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് കല്ലെറിയാനോ വെള്ളം കുപ്പിയിലാക്കി തെറിപ്പിച്ച് കൊടുക്കാനോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടെ വിറകിൻ്റെ അടിയിൽ കുറേ പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് വലിയ വടിയെടുത്ത് കുത്തലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര കുരുത്തക്കട കേട്ടോ. അപ്പോൾ അവന് പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇങ്ങനെയുള്ള ചില വികൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പുഷ്പേച്ചിനെ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു അനക്കം കേട്ടൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാന്ന് കേട്ടോ. അപ്പോൾ ചെറിയൊരു തോടാണ്, അതിലെ കൂടെ തോട് എന്ന് പറയുന്നത് ചെറിയൊരു ചാല്. അപ്പോൾ അതിലിപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. മരത്തടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അന്ന് കോവക്കൊക്കെ പറിച്ചത് അവിടെ നിന്നാണ്. ചെറിയൊരു വള്ളി നട്ടു കൊടുത്ത കേട്ടോ പുഷ്പേച്ചി. അപ്പോൾ അതിന് നിറയെ കോവക്ക ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മഴയായി കഴിഞ്ഞാൽ കുറേ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വള്ളിയൊക്കെ ചീഞ്ഞ് പോകാറുണ്ട്. പിന്നെ പിറ്റത്തെ കൊല്ലം അതങ്ങനെ നട്ടു കൊടുക്കും. കോവക്കെല്ലാം പിടിച്ച് കഴിഞ്ഞുണ്ടോ, കോവക്കൊന്നും കാണാനുണ്ട്, ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ചെമ്പോത്തിൻ്റെ മനസ്സിലാവാൻ ചെമ്പോത്ത് ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താവുമെന്നറിയില്ല, നോക്കാം നമുക്ക്. ചെമ്പോത്തുണ്ടോ പക്ഷിക്കുട്ടി ഉണ്ടോ എന്തായാലും നമ്മൾ അച്ചൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ അതിനുള്ളിൽ ഈ കോവക്കവള്ളി മാത്രമല്ല, കുറേ ചെടികളുണ്ട്. മറ്റേ നമ്മുടെ ഹനുമാൻഗിരി ഇടൂലേ, അത് ഇപ്പോൾ സീസണൊന്നുമില്ല. സാധാരണ ഓണത്തിൻ്റെ സമയത്താണ് ഹനുമാൻഗിരിയുടെ ഉണ്ടാവല്. ഇത് എല്ലാ സമയത്തും ആ ഹനുമാൻഗിരിയുടെ പൂത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഉപ്പനുണ്ടോ കൂടില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ല. ഇനിയിപ്പോൾ കൂട് കൂട്ടാനുള്ള പ്ലാനാണോ എന്നറിയില്ല. 2-3 ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് നിൽക്കുന്നു. ഇപ്പം പരിശോധിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നിരാശയായിപ്പോ കേട്ടോ. നമ്മൾ കരുതി അതിൽ ചെമ്പോത്ത് മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവുന്നു. പക്ഷേ പ്രതീക്ഷയൊക്കെ പോയി. കൂട് പോലും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നോക്കുന്നത് കണ്ടുകൊണ്ട് ആ പക്ഷി ഇനി ആ പരിസരത്തേക്ക് വരാൻ സാധ്യതയില്ല. ആ മാവിൻ്റെ കൊമ്പത്തിരിക്കുന്നുണ്ട് കേട്ടോ ആ പക്ഷി. അപ്പം അച്ചൂട്ടന് ഭയങ്കര നിരാശയായി. അച്ചുവിൻ്റെ ആഗ്രഹം സഫലമായില്ല ഗൈസ്. അച്ചു വിചാരിച്ച് ചെമ്പോത്തിൻ്റെ കൂടുണ്ടെങ്കിൽ വേഗം മുട്ടയെടുക്കാം. പിള്ളേരെല്ലാം കൂട്ടി വലിയ ആളാവാന്ന് വിചാരിച്ചു വെച്ചു. അതൊക്കെ ചെമ്പോത്തിൻ്റെ കൂടില്ല. അയ്യോ, ഇത് ഓണത്തിനും ഹനുമാൻ കിരീടല്ല, ഹനുമാൻ കിരീടം. ഹൽമയല്ല, ഹൽമ. ആമയുണ്ടാ? ആരാ പറഞ്ഞ?